ഇനി നമുക്ക് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്, പ്രോസ്പെക്ടസ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഇല്ലിറ്ററേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷനെല്ലാം വാങ്ങി വയ്ക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ബോഡി കോർപ്പറേറ്റുകളായാലും വ്യക്തികളായാലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എന്താണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതിന് സെക്ഷനൊക്കെ ഉണ്ട്. 256 കമ്പനീസ് ആക്ട് 2 സബ്സെക്ഷൻ 56 ഈ മെമ്മോറാണ്ടത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പം 2013 കമ്പനീസ് ആക്ട് എന്താ മെമ്മോറാണ്ടത്തിന് പറയുന്നതെന്ന് വെച്ചാൽ, മെമ്മോറാണ്ടം മീൻസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ആൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം ഇൻ പർസുവൻസ് ഓഫ് എനി പ്രീവിയസ് കമ്പനി ലോ ഓർ ഓഫ് ദിസ് ആക്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഒറിജിനലായി ഫ്രെയിം ചെയ്യുന്ന ഒരു മെമ്മോറാണ്ടം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾട്ടർ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇത് ആൾട്ടർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് പറയുന്നത്. ഇനി മെമ്മോറാണ്ടത്തിൽ പ്രധാനപ്പെട്ട കണ്ടൻസ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുന്നത്? എന്താണെന്ന് നിങ്ങൾക്ക് മെമ്മോറാണ്ടം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിൽ കുറച്ച് കണ്ടൻസ് ഉണ്ട്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം അത് എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. ഒന്ന്, ആദ്യത്തേത് കുറച്ച് ക്ലോസുകളാണുള്ളത്. മെമ്മോറാണ്ടത്തിൽ കുറച്ച് ക്ലോസുകൾ കാണാൻ പറ്റും. ക്ലോസുകൾ എന്ന് പറയുമ്പോൾ നെയിം ക്ലോസ് ഉണ്ട്, പിന്നെ സിറ്റുവേഷൻ ക്ലോസ് ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്. അങ്ങനെ നമുക്ക് 6 ക്ലോസുകൾ മെമ്മോറാണ്ടത്തിൽ കാണാൻ പറ്റും. അപ്പം മെമ്മോറാണ്ടത്തിലെ 6 ക്ലോസുകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓരോന്നായിട്ട് നിങ്ങൾ മുന്നേ ഇത് പഠിച്ചതൊക്കെ തന്നെയാണ്. നെയിം ക്ലോസ് ഉണ്ട്, സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഉണ്ട്, ഒബ്ജക്റ്റ് ക്ലോസ് ഉണ്ട്, ലയബിലിറ്റി ക്ലോസ് ഉണ്ട്, ക്യാപിറ്റൽ ക്ലോസ് ഉണ്ട്, അസോസിയേഷൻ ക്ലോസ് ഉണ്ട്. അപ്പോൾ എന്താണ് നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ? നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പേര് എന്താണെന്ന് സൂചിപ്പിക്കുന്നതാണ് നെയിം ക്ലോസ്. അപ്പോൾ നമുക്കൊരു കമ്പനിയുടെ മെമ്മോറാണ്ടം നേരിട്ട് കാണാനൊക്കെയുള്ളൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളത് തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോസ് നെയിം ക്ലോസ്. അതായത് ഇതൊക്കെ ഒരു പേജുകളായിട്ടുണ്ടായിരിക്കും, നമ്മളതിനെ ക്ലോസ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെയിം ക്ലോസിൽ കമ്പനിയുടെ പേരാണ് ഉണ്ടായിരിക്കുക. അപ്പം പേരിൻ്റെ കൂടെ ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം ഒന്നുകിൽ ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ കാണാൻ പറ്റും പേരിൻ്റെ അവസാനം. അപ്പോൾ കമ്പനിയുടെ പേരെന്താണെന്നാണ് ഏതിലുണ്ടായിരിക്കുക? മെമ്മോറാണ്ടത്തിൽ ഉണ്ടായിരിക്കുക. ആ പേരിൻ്റെ അവസാനത്ത് പബ്ലിക് കമ്പനിയാണെങ്കിൽ ലിമിറ്റഡ് എന്നും കാണാൻ പറ്റും, പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കാണാൻ കഴിയും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കമ്പനിയുടെ പേരൊരിക്കലും മറ്റ് കമ്പനിയുടെ പേരുമായിട്ട് സാദൃശ്യം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കൊടുക്കുന്ന പേര്, രജിസ്ട്രാർക്ക് നമ്മൾ സമർപ്പിക്കുന്ന പേര് എന്തായിരിക്കണം? മറ്റുള്ള കമ്പനികളുടെയുമായിട്ട് പേരുമായിട്ട് സാമ്യതയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കൽ അതോറിറ്റിയോ അവരുമായിട്ടൊന്നും അവരുടെ കാര്യങ്ങളുമായിട്ടൊന്നും സാദൃശ്യമില്ലാത്ത ഒരു പേരായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മെമ്മോറാണ്ടമൊക്കെ നെയിം ക്ലോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പേരുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. അതിൽ കമ്പനി രജിസ്ട്രാറാണ് നമുക്കൊരു പേരെടുത്തിട്ട് തരിക.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരിടാൻ കഴിയില്ല. നമ്മൾ കുറച്ച് പേരുകൾ രജിസ്ട്രാറിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഈ പേരിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പേര് നമുക്ക് സെലക്ട് ചെയ്ത് തരികയാണ് ചെയ്യുക. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന പേരിൽ മറ്റുള്ള കമ്പനികളുടെ പേര് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാർ അല്ലെ മഹത് വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഇപ്പം മഹാത്മാഗാന്ധി അങ്ങനെയൊക്കെയുള്ള ആളുകൾ വലിയ ഒരു രാജ്യത്തെ മഹത്തായ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ പേരുമായിട്ടൊന്നും സാദൃശ്യം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ കമ്പനീസ് ആക്റ്റിൽ. അപ്പോൾ ഇങ്ങനെയൊന്നും സാദൃശ്യമില്ലാത്ത പേരുകൾ നമുക്ക് രജിസ്ട്രാർ സെലക്ട് ചെയ്തു തരും. സോ വി വാണ്ട് ടു നമുക്കൊരുപാട് പേരുകൾ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പേര് നമ്മുടെ രജിസ്ട്രാർ. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് കൊടുക്കണേക്ക് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെയിം ക്ലോസിൽ ഒരു കമ്പനിയുടെ പേരാണ് ഉണ്ടായിരിക്കുക. നെയിം ക്ലോസ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ കമ്പനി. നെയിം ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി അതൊരിക്കലും ഒരു മറ്റുള്ള കമ്പനികളുടെ പേരുമായിട്ട് സാദൃശ്യം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നാഷണൽ ഹീറോസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ, പിന്നെ നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇതുമായൊന്നും ബന്ധപ്പെടാത്ത, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു പേരായിരിക്കണം നമ്മൾ നൽകേണ്ടത്. ഇനി രണ്ടാമത്തെ ക്ലോസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുക, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പേജുകളാണ്. ആ പേജിൽ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, അപ്പം രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് സാധാരണഗതിയിൽ കമ്പനി എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള കോർട്ടിലായിരിക്കും കേസുകളൊക്കെ നടക്കുക. ഓക്കെ, അതിനാണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് പറയുന്നത്. നമ്മൾ കറസ്പോണ്ടൻസ് കാര്യങ്ങളെല്ലാം നടത്താനൊക്കെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് വളരെയധികം പ്രധാനമുള്ളതാണ്. അപ്പം ഇതാണ് രജിസ്റ്റേർഡ് ഓഫീസ്. അപ്പം നമുക്ക് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പം എവിടെയാണോ, ഏത് സംസ്ഥാനത്താണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത്തരം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന കോടതിയിലായിരിക്കും കേസുകളെല്ലാം നടത്തുക. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എന്ത്? ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ കമ്പനി എന്തിന് ഉണ്ടാക്കി എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. എന്താണ് ഈ കമ്പനിയുടെ ഒബ്ജക്റ്റ്? അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ബിസിനസ് അല്ലെങ്കിൽ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ സാമൂഹ്യ സേവനങ്ങളൊക്കെ ഇപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ വളരെയധികം പ്രാധാന്യമായിട്ട് വരുന്നതാണ്. അപ്പം കമ്പനികളെല്ലാം ഒരു നിശ്ചിത ടേൺ ഓവർ ഈ കൂടുതലുള്ള കമ്പനികളെല്ലാം എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പം വന്നിട്ടുണ്ട്. എനിവേ, ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ രൂപീകരിക്കുന്ന കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ ആ കമ്പനിയുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് അറിയുക. മനസ്സിലായല്ലോ. എന്തായാലും നമ്മളൊരു കമ്പനിയുടെ മെമ്മോറാണ്ടം പരിശോധിക്കുന്ന സമയത്ത് അതിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റ് കാണാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസിൽ കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയും. പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കാം, ഇനി അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ടൈം എക്സിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെ പല പല ഒബ്ജക്റ്റുകളെ കമ്പനികൾ, ചില കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കാം, ട്രേഡിംഗ് ആയിരിക്കാം. അപ്പോൾ എന്താണോ കമ്പനിയുടെ ഒബ്ജക്റ്റ് അത് നമുക്ക് ഒബ്ജക്റ്റ് ക്ലോസിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 3 പറഞ്ഞു. നെയിം ക്ലോസ് പറഞ്ഞു, പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് പറഞ്ഞു, ഒബ്ജക്റ്റ് ക്ലോസ് പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പം ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പരീക്ഷയെ നോക്കി കാണുന്ന സമയത്ത് ജസ്റ്റ് ഇതിൻ്റെ എല്ലാം പേരെങ്കിലും നിങ്ങൾ ആ പേപ്പറിലൊന്ന് എഴുതി വെക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ആ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളൊരു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാമല്ലോ ഇതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ, അപ്പം പേരിൽ തന്നെ അതിൻ്റെ വിവരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്. പിന്നെ ഇനി ലയബിലിറ്റി ക്ലോസ് ആണ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയാണ്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യയിലെ കമ്പനികൾ ലിമിറ്റഡ് ബൈ ഷെയർ ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഷെയർ എത്രയാണോ നമ്മൾ ഷെയർ എടുത്തിരിക്കുന്നത് അത്രയും നമ്മുടെ ബാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം ഞാനൊരു കമ്പനിയുടെ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങി വിചാരിക്കുക. ഒരു 80 രൂപ ഷെയർ വാല്യൂ ആയിട്ട് അടച്ചു, ഇനി ഒരു 20 രൂപ ഞാൻ അടയ്ക്കാനുണ്ട്.
അതിനെ സാധാരണ നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുക. എന്തായാലും ഞാൻ 100 രൂപയുടെ ഒരു ഷെയർ വാങ്ങി, അതിന് ഞാൻ 80 രൂപ അടച്ചു, ഇനി 20 രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ എൻ്റെ ലയബിലിറ്റിയായി 20 രൂപ മാത്രമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആണോ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ എന്ന് നമുക്കറിയണമെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ക്ലോസിൽ നോക്കിയാൽ മതി. ഇനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം അല്ലെങ്കിൽ അതന്നെ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഇത്രത്തോളം % കൊടുക്കാമെന്ന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണമുണ്ട്, ലിമിറ്റഡ് ബൈ ഷെയറും ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും ഉണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർ ആകുമ്പോൾ നമ്മളെ അൺപെയ്ഡ് ഷെയർ എമൗണ്ടിനാണ് നമ്മൾ ബാധ്യസ്ഥർ. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണപരമായിട്ടുള്ള വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇത്രത്തോളം നൽകാമെന്നുള്ള ഗ്യാരണ്ടിയാണ് ഇത് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പം ലിമിറ്റഡ് ബൈ ഷെയറുമായി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയായി. ഇതാണ് ഒരു കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അൺലിമിറ്റഡ് കമ്പനികൾ ഇന്ത്യയിൽ ഇല്ല എന്നാണ്. ഈ അൺലിമിറ്റഡ് കമ്പനികളുണ്ട് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഉണ്ട്, ഇന്ത്യയിലില്ല. അൺലിമിറ്റഡ് കമ്പനി പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി വിറ്റ് നമ്മൾ കമ്പനിയുടെ ബാധ്യത തീർക്കേണ്ടി വരും. മനസ്സിലായല്ലോ? പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. We can purchase the share of the company and our liability is limited to the extent what we purchaser ആണ്. നമ്മൾ എത്രത്തോളം പർച്ചേസ് ചെയ്തെന്നുള്ളതിൻ്റെ എക്സ്റ്റെൻറ്റ് വരെ നമ്മുടെ എന്തുള്ളൂ ലയബിലിറ്റി ഉള്ളൂ. അപ്പോൾ 100 രൂപ ഞാൻ കൊടുക്കണമെങ്കിൽ എൻ്റെ ലയബിലിറ്റി 100 രൂപ മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ കൊടുക്കേണ്ടതുള്ളൂ. ഈവൻ ദ കമ്പനി മേ സഫർ ഹ്യൂജ് ലോസ്, ഐ ഓൺലി നീഡ് ടു പേ ദ 100 rupees. അതല്ലെങ്കിൽ അതിൽ വാട്ട് എവർ ഐ ആം നോട്ട് പെയ്ഡ് യെറ്റ്, ഇതുവരെ ഞാൻ കൊടുക്കാത്ത ആ ഷെയറിൻ്റെ വാല്യൂൻ്റെ മുകളിൽ ഞാൻ ഇതുവരെ കൊടുക്കാത്തത് എന്താണോ അതേ ഞാൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കമ്പനി എത്ര തന്നെ ലോസ് സഫർ ചെയ്താലും എന്നെ സംബന്ധിച്ചത് പ്രയാസമുള്ള കാര്യം അല്ല. അതാണ് ലിമിറ്റഡ് ബൈ ഷെയർ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ ക്ലോസ്. അത് സിമ്പിളാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എത്രത്തോളം ഉണ്ട് എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ നിങ്ങൾക്കറിയാം ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, പെയ്ഡപ്പ്, കോൾഡപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് വകഭേദങ്ങൾ അതിലുണ്ട്. എന്തായാലും ക്യാപിറ്റൽ ക്ലോസിൽ നിങ്ങൾക്കൊരു കമ്പനിയുടെ രജിസ്റ്റേർഡ്, ഓതറൈസ്ഡ് ഓർ നോമിനൽ ക്യാപിറ്റലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇതിലപ്പുറം നമ്മളെ കമ്പനി പിരിച്ചെടുക്കാൻ പാടില്ല. രജിസ്റ്റേർഡ് ക്യാപിറ്റലായിട്ട് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിലപ്പുറം കമ്പനി പിരിച്ചെടുക്കാൻ പാടില്ല. അഥവാ പിരിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മെമ്മോറാണ്ടോ നമ്മൾ ആൾട്ടർ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം. എങ്ങനെയാണ് കമ്പനിയുടെ മെമ്മോറാണ്ടോ ആൾട്ടർ ചെയ്യുക എന്നുള്ള പ്രോസസ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പം ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിയുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എമൗണ്ട് കാണാൻ കഴിയും. അത് എത്രയാണെങ്കിൽ അത്ര, അതിലപ്പുറം നമ്മൾ പിരിച്ചെടുക്കാൻ പാടില്ല. അഥവാ നമുക്ക് അതിൽ കൂടുതൽ പൈസ ആവശ്യം വരികയാണെങ്കിൽ വി വാണ്ട് ടു ആൾട്ടർ അവർ ക്യാപിറ്റൽ ക്ലോസ്. ഇനി ലാസ്റ്റ് ഉള്ളത് നമ്മുടെ അസോസിയേഷൻ ക്ലോസ് ആണ്. അതിനെ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നുകൂടി പറയും. അപ്പോൾ ആറാമത്തത് അസോസിയേഷൻ ക്ലോസ് ആണ്. അസോസിയേഷൻ ക്ലോസ് ഒരു പ്രസ്താവനയുടെ രൂപത്തിലാണ് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ കാണുക. നമ്മൾ ആ മെമ്മോറാണ്ടം നമ്മൾ മറിച്ച് നോക്കി കഴിഞ്ഞാൽ അസോസിയേഷൻ ക്ലോസ് എങ്ങനെ കാണാൻ പറ്റും? ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ കാണാൻ പറ്റും. അതിങ്ങനെയാണ് ഉണ്ടായിരിക്കുക. വി ദ സെവറൽ പേഴ്സൺ ഹൂസ് നെയിം ആൻഡ് അഡ്രസ് ആർ സബ്സ്ക്രൈബ്ഡ് ഓർ ഡിസൈറസ് ഓഫ് ബീയിങ് ഫോംഡ് ഇൻ ടു എ കമ്പനി ഇൻ പെർസുവൻസ് ഓഫ് ദിസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് വി റെസ്പെക്റ്റീവ്ലി എഗ്രി ടു ടേക്ക് ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി സെറ്റ് എഗെയിൻസ്റ്റ് അവർ റെസ്പെക്റ്റീവ് നെയിംസ്. അപ്പോൾ ഞങ്ങളുടെ പേരിന് നേരെ കാണിച്ചിരിക്കുന്ന എമൗണ്ടിലുള്ള തുകകളെല്ലാം ഞങ്ങൾ വാങ്ങി കമ്പനിയുടെ മെമ്മോറാണ്ടമെല്ലാം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന ഉണ്ടായിരിക്കും. അതിനിടയിൽ പേര് കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മൾ ഒപ്പിടും. ഇതാണ് അസോസിയേഷൻ ക്ലോസ്. അപ്പോൾ ഈ അസോസിയേഷൻ ക്ലോസിൽ മാത്രമാണ് മാറ്റം വരുത്താൻ കഴിയാത്തതുള്ളൂ. നമ്മൾ മേൽ പറഞ്ഞ 5 ക്ലോസിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പേര് മാറ്റാം, രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റാം, ഒബ്ജക്റ്റ് മാറ്റാം, ലയബിലിറ്റി മാറ്റാം, ക്യാപിറ്റൽ മാറ്റാം. പക്ഷേ അസോസിയേഷൻ ക്ലോസിൽ മാത്രം യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. ഓക്കെ. ഇത്രയാണ് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിലെ പ്രധാനപ്പെട്ട കണ്ടൻസ്. പരീക്ഷയ്ക്ക് ചോദിക്കും മെമ്മോറാണ്ടത്തിലെ കണ്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, അതുപോലെ ഒബ്ജക്റ്റ് ക്ലോസ്. ഇതൊക്കെ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ കാണാൻ കഴിയുന്ന ക്ലോസുകളാണ്. ഓക്കെ.